പലരും എന്നോട് ചോദിച്ചു ഗാർഡൻ്റെ വീഡിയോ എന്താ ഇടാത്തതെന്ന്. സമയം കിട്ടാഞ്ഞിട്ടാണ് ഇടാത്തത്. കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇരുട്ടാകും, പിന്നെ സമയം കിട്ടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ഓർത്ത് നിങ്ങളെ ഒരു വളരെ സന്തോഷകരമായ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാഴ്ച, എനിക്ക് വളരെ സന്തോഷം. കാരണം എനിക്കിത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഡാലസിൽ സംഭവിക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യം കണ്ടോ, ഞങ്ങളുടെ വാഴ കുലച്ചു. കണ്ടോ, ഇത് ആദ്യമായിട്ടല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു സംഭവം നടന്നു. പക്ഷേ ഞങ്ങൾക്കതിൻ്റെ വാഴ കൊലയൊന്നും കിട്ടിയില്ല, വാഴ ഒടിഞ്ഞു പോകുമായിരുന്നു ചെയ്തത്. ഈ വർഷം നോക്കട്ടെ, നമ്മൾ കുറേ വാഴകൾ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചായിരുന്നല്ലോ നമ്മുടെ ഗാർഡൻ, നമ്മുടെ ഈ നഴ്സറി, ഡോൺ നഴ്സറി, അവിടെ പോയിട്ട് നമ്മൾ കുറേ വാഴകൾ ഈ വർഷം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ വാഴയാണ്, നമ്മൾ ഗ്രീൻ ഹൗസിൽ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അവിടെ നിന്ന് എടുത്ത് വെളിയിലോട്ട് വന്നപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് വളമൊക്കെ ഇട്ട് അപ്പം വാഴ കുലച്ചിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക് എന്തായിരിക്കും ഈ വാഴയുടെ അവസ്ഥയെന്ന്. ഈ കൂടെ ഞാൻ നിങ്ങളെ കുറച്ച് കൃഷിയൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. ഇതിപ്പോൾ ഇതൊരു ചെടിയാണ്, നമുക്കറിയാമല്ലോ. ഇങ്ങനെ സാധാരണ യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലും ഒക്കെ നാട്ടിലും ഉണ്ടെന്ന് തോന്നിപ്പം. ഇത് നല്ല കട്ടിയുള്ള ഒരു ഇലയാണ്. ഈ വെള്ളപ്പൂവ് നല്ല കട്ടിയുള്ള പൂവാണ്. ഒരു നന്ദ്യാവട്ടത്തിൻ്റെയൊക്കെ വലുതായിട്ട് തോന്നും. നല്ല സ്മെല്ലുണ്ട് ആ പൂവിന്. പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ വാഴത്തൈകളൊക്കെ പറിച്ച് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് മുളകുകൾ ഇങ്ങനെ എല്ലാം വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തും തുടങ്ങിയും ഒക്കെ ഇങ്ങനെ എല്ലാം ഒരു പ്രാരംഭഘട്ടത്തിലാണ്. പയറും ബീട്രൂട്ട് നമ്മൾ അത്രയും അരി വിട്ട് കിളിത്തിട്ടും ഈ വർഷം അധികം ബീട്രൂട്ട് നമുക്ക് കിട്ടിയില്ല. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു ഇതാണ് ബ്ലാക്ക്ബെറി കിളുത്ത് വരുന്നു. നമ്മുടെ ഉള്ളിയിലൊക്കെ കാറ്റത്തും മഴയത്തും ഒക്കെ പെടന്ന് കിടക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു ടൊമാറ്റോ, പിന്നെ പയറുകളൊക്കെ ഇങ്ങനെ വളർന്ന് മുകളിലോട്ട് കയറി വരുന്നു. ഇത് നമ്മുടെ ഒരു കുമ്പളങ്ങായും, അങ്ങോട്ട് നോക്കുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കപ്പയും പയറും ചേമ്പും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു മഴ വരാനുള്ള ഒരിതിലാണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ. പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് കാണിച്ചു തരാം. അതേ നമ്മുടെ മുള നിൽക്കുന്നുണ്ട്, ചട്ടിക്കകത്ത് നിൽക്കുന്നത് കണ്ടോ. ഒരു പച്ചമുളകിൻ്റെ തോട്ടം, അതായത് കാന്താരി എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കാന്താരി എല്ലാം ഇങ്ങനെ കിളുത്ത്, ഇതെല്ലാം നമ്മൾ കുറേ എല്ലാം അകത്തെടുത്ത് വെച്ചതായിരുന്നു. തണുപ്പത്ത് നമ്മുടെ ഗ്രീൻ ഹൗസിൽ വെച്ചത് എടുത്ത് വെളിയിലോട്ട് വെച്ചപ്പോൾ എന്തായാലും കുഴപ്പമില്ലാതെ കിളുത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷകരമായ കാര്യമാണ്, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ബദാങ്ക ഇല്ലേ, അത് വാങ്ങിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അതെന്തായാലും പൂത്തിട്ടുണ്ട്. കായുണ്ടാകുമോ ഇല്ലയോ അതൊന്നും നമുക്കറിയത്തില്ല. ഇതിൻ്റെ പല സ്ഥലത്തും അതിങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം, ഇതിൻ്റെ ബദാങ്ക പറിച്ച് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാമേ. ദോഷവാർത്തയാണ്, നമ്മുടെ മുന്തിരി നിറയെ കായ്ച്ച് നിൽപ്പുണ്ട്. ഉള്ളിലോട്ടെല്ലാം ഇങ്ങനെ കാകൾ വന്ന് കിടക്കുവാണ്. ഇപ്പം മഴയൊക്കെ പെയ്യാനായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അധികം ഉള്ളിലോട്ട് കയറുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ കാണിക്കുവാണ്. ഈ വാഴക്കൊല കണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയതാണ്. അപ്പം നോക്കിയപ്പോൾ മുന്തിരിയൊക്കെ ഇവിടെ എല്ലാം ഉള്ളിലോട്ടൊക്കെ ഉണ്ടായത് കിടപ്പുണ്ട്. നോക്കട്ടെ, ഈ വർഷം എന്തായാലും കുറച്ച് മുന്തിരിങ്ങയൊക്കെ കിട്ടുമെന്ന് തോന്നുന്നത്. നമ്മുടെ ഗ്രേപ്സൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന. ഇനിയിപ്പോൾ ബാക്കി പിന്നീട് ഞാൻ കാണിച്ചു തരാം വിശദമായിട്ട്. ഞാനങ്ങനെ അധികം വരാറില്ല. ഇവിടെ നമ്മുടെ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുമ്പളവും അതും ഇതൊക്കെ അരി വീണ് കിളുത്ത് കിടക്കുന്നതാണ്. എന്നോട് ചോദിച്ചു ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാകുന്നില്ല, ഫ്രൂട്ട്സ് ഒന്നും ഇല്ലയെന്ന്. ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലെന്ന്. പക്ഷേ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇത് നമ്മുടെ ഫിഗാണ്. ഫിഗയിലും എന്തായാലും ഇതൊരു അങ്ങ് വലിയൊരു മരമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടായി നിൽപ്പുണ്ട്. കായൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ, എല്ലാം ചെറുതാണ്. നമുക്ക് ഉള്ളിലോട്ട് നോക്കുമ്പോൾ കാണാം. ഇതൊക്കെ അതെ, ഒരു വർഷം മേടിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത് തണുപ്പത്ത് പോകത്തൊന്നുമില്ല. ഫിഗ് ഒത്തിരി നല്ലതല്ലേ, ഒത്തിരി ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഫിഗ് കിട്ടുക എന്ന് പറയുന്നത് നല്ലത്. എനിക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പം കുറച്ച് കഴിയുമ്പം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഓരോന്നൊക്കെ പറിച്ച് തിന്ന് തന്നെ എൻ്റെ വയറ് നിറയ്ക്കാറുണ്ട്.
മത്ത പംകിൻ തോട്ടമാണ്. നമ്മളെല്ലാ വർഷവും ഇങ്ങനെ വെക്കാറുണ്ട്. ഒരു വർഷം കുറച്ച് കായൊക്കെ ഉണ്ടായി, പിന്നെ നമുക്കിതുവരെ മത്തങ്ങ അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനിതിൻ്റെ ഇലയുണ്ടല്ലോ, ഇലയെടുത്ത് തോരൻ വെച്ച് കഴിക്കാറുണ്ട്. അത് നമുക്ക് ഇല തന്നെ ആയിട്ട് തോരൻ വെക്കാം, അല്ലെങ്കിൽ പയറിട്ട് വെക്കാം, മുട്ടയിട്ട് വെക്കാം. നല്ലതാണ് ഈ മത്തയുടെ ഇല തോരൻ. ഇലയല്ല, കണ്ടോ ഈ തണ്ടുണ്ടല്ലോ, തണ്ടെടുത്ത് തോരൻ വെക്കണം. തണ്ടും ഇതിൻ്റെ കൂമ്പുമൊക്കെ നമുക്ക് നോക്കാം ഈ വർഷമെങ്കിലും ഒരു കായ ഉണ്ടാകുമെന്ന്. അതുപോലെ ഇവിടെയൊക്കെ തേണ്ട വെണ്ടയും കോവലൊക്കെ തണ്ട് ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ ഈ കപ്പക്കോല ഉണങ്ങിപ്പോയതായിരുന്നു, ചുമ്മാ കുഴിച്ച് വെച്ചതാണ്. എന്തായാലും കിളത്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇതിൻ്റെ പുറകിലുള്ള തിയറി എന്താണെന്ന്. നിങ്ങൾക്ക് ചൂട് വരുമ്പം വെള്ളം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വല്ലതും ആയിരിക്കും. പിന്നെ അവിടെയൊക്കെ പാവലിന് ഇങ്ങനെ തോട്ടം കുഴിച്ച് വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ഇവിടെ ഒരു ജീവി വരുന്നുണ്ട്, അവനെ പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നൊരു കെണിയാണിത്. നമ്മുടെ ഗ്രീൻ ഹൗസിൽ നിന്ന പേരയും ഇത് അത്തിയല്ല ആത്തയും എല്ലാം എടുത്ത് നമ്മളിപ്പം വെളിയിലോട്ട് വെച്ചിരിക്കുവാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ടെക്സസിൽ ഭയങ്കരമായിട്ട് കാറ്റ് വരും. ഇപ്പോൾ ആ കാറ്റത്ത് ഇതെല്ലാം പെടന്ന് വീഴും. കണ്ടോ, നമുക്ക് എന്തോരടുക്കി വെച്ചാലും ശരി, എല്ലാം പിന്നെയും പെടന്ന് വീഴും. ഇത് കണ്ടോ, ഇത് നമ്മുടെ എഗ് പ്ലാന്റ്, ബൈഗൺ, പലതരത്തിലുള്ള ബൈഗണൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് പച്ചമുളക് ഉണ്ടോ, ഇതൊന്നും കണ്ടില്ല ഞാൻ. ഇതെല്ലാം നിന്ന് പഴുത്ത് പോകുമ്പോഴേ ഉള്ളൂ അറിയത്തുള്ളൂ. പിന്നെ ഇത് നമ്മുടെ പർപ്പിൾ കളറ് വെണ്ട ഉണ്ടോ. ഇതൊക്കെ കുറേയൊക്കെ നമ്മുടെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, നമ്മുടെ ഡോൺ എൻ്റെ നഴ്സറി, അവിടുന്ന് ഈ വർഷം കുറേ അങ്ങനെ മേടിച്ച് വെക്കേണ്ടി വന്നു. കാരണം നമ്മൾ എല്ലാം കിളിപ്പിച്ചതായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഒരു കാലാവസ്ഥയിൽ വ്യതിയാനം വന്നപ്പം കുറേ എല്ലാം വാടിപ്പോയി. ഇനിയിപ്പോൾ അരിയിട്ട് കിളിപ്പിച്ചാൽ ഒത്തിരി താമസമാകും. അതുകൊണ്ട് നമ്മൾ കുറേ ഈ പ്രാവശ്യം തൈകളൊക്കെ മേടിച്ച് കുഴിച്ച് വെച്ചിരിക്കുവാണ്. അവിടെയും കപ്പയും ചീരയും. നമ്മുടെ ചേന കിളുത്തോന്ന് അറിയത്തില്ല കേട്ടോ, ഒന്നും ഇതുവരെ മുകളിലോട്ട് വന്നില്ല. പിന്നെ ഈ വാഴ കണ്ടോ, ഇത് പഴയത് നിന്നത് പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ബൊഗെയിൻവില്ലയും മോർണിംഗ് ഗ്ലോറിയൊക്കെ കിളുത്ത് വരുന്നു. കൈതച്ചക്ക വാങ്ങിച്ചതിൻ്റെ തണ്ട് കുഴിച്ച് വെച്ചിരിക്കുക. കിളുത്ത് വരുമോ എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതൊക്കെ ഒരുതരം ചെടികളാണ്. ഇതിലൊക്കെ കണ്ടോ ഈ കളറിലെ പൂക്കൾ വരുന്ന ചെടിയാണ് ഇതരിഞ്ഞ് മണ്ടയിലോട്ട് ഇതിങ്ങനെ അങ്ങ് കയറിപ്പോകും. പിന്നെ ഈ പ്രാവശ്യം ഇതിൽ പൂവൊക്കെ ഉണ്ടായതാണ്, പക്ഷേ കണ്ടോ എല്ലാം പോയി കാറ്റത്ത്. ഇവിടെ ഭയങ്കര കാറ്റത്ത് എല്ലാ കായും പൊഴിഞ്ഞു വീണ്. പിന്നെ സ്പിനച്ചൊക്കെ മേടിച്ച് അരിയിട്ട് വെച്ചാൽ മതി. കണ്ടോ, നമുക്ക് വേണ്ടപ്പം സ്പിനച്ച് ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നെടുക്കുന്നത് നല്ലതല്ലേ. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സ്പിനച്ച് കിട്ടും, പിന്നെ ഉള്ളിയില കിട്ടും, മല്ലിയില കിട്ടും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചീരയൊക്കെ തന്നെ കിളുത്ത് വരുന്ന അതുപോലെ നാരകമൊക്കെ പൊട്ടി കിളുത്ത് വരുന്നു. പിന്നെ നമ്മുടെ കരിവേപ്പ് നമ്മൾ വെളിയിലോട്ട് ഇറക്കുമ്പോൾ ഉണ്ടല്ലോ, തണുപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം നമ്മളതിൻ്റെ അതെല്ലാം കട്ട് ചെയ്ത് കളയണം. തണ്ടൊക്കെ കട്ട് ചെയ്ത് വിടണം. കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ തളിർത്ത് നന്നായിട്ട് കിളുത്ത് വരും. എന്തായാലും കുറേ ഇതൊക്കെ പുതിയത് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതോ പഴയതാണോ എന്തായാലും ഇതിലൊരു കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊരു ആത്തയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ക്ലൈംബിംഗ് റോസൊക്കെ നിറയെ പൂവായിരുന്നു. ഇപ്പോൾ പൂ മാറി, ഇനി അടുത്ത പൂ ഉണ്ടാകേണ്ട സമയമായി. മുകളിലോട്ട് കയറി പോകുന്നതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ കുളത്തിൻ്റെ മണ്ടയിൽ നിങ്ങൾക്കും അറിയാമല്ലോ, ഇവിടെ മുകളിലെല്ലാം നമ്മുടെ ചെടികളെല്ലാം ക്രോസ് വൈൻ ചെടി മണ്ടയിൽ കയറി. എനിക്കൊത്തിരി ഇഷ്ടം ഇങ്ങനെ ഈ കുളം കാണുന്നത്. ഇതിൻ്റെ മുകളിൽ കണ്ടോ പൂക്കൾ ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വന്നിരുന്ന് ഊഞ്ഞാലയിലിരുന്ന് ആടുക എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇന്നിരുന്ന് കണ്ടോ നമ്മുടെ താമരയൊക്കെ കിളുത്ത് വന്ന് പൂവുണ്ടായില്ല. അങ്ങനെ മീനുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇവിടെ വന്ന് ഈ ബെഞ്ചേൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ നല്ലതാണ്, പക്ഷെ അതിന് നമുക്ക് സമയം വേണ്ടേ, അതാണൊരു പ്രശ്നം. ഇവിടെ വന്നിരുന്നോണ്ട് ഈ മീനുകളെ നോക്കി നിങ്ങൾക്ക് ഓരോ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് എൻജോയ് ചെയ്യാനായിട്ട് നല്ല കാര്യമാണ്, പക്ഷേ സമയം വേണം. നമ്മുടെ ക്ലൈംബിംഗ് റോസ് രണ്ട് വശത്തു കൂടെ കയറി മുകളിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് പോവുക. പിന്നെ നമ്മുടെ റോസ്മേരി തണുപ്പത്ത് പോയതാണ്, പിന്നെ കിളുത്ത് വരുന്നുണ്ട്.
ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആത്തയാണ്. അതെല്ലാം ഇപ്പം ഗ്രീൻ ഹൗസിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ച് എന്തായാലും ഇതിലുമൊക്കെ എന്തോ കായോ പൂവോ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടായി വരുന്നുണ്ട്, എന്തൊക്കെയോ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി വരുന്നതെന്ന്. ആത്തയ്ക്ക കിട്ടുമോയെന്ന്. കഴിഞ്ഞ വർഷം കുറച്ച് ആത്തയ്ക്ക കിട്ടിയായിരുന്നു. തേണ്ട നമ്മുടെ മല്ലിയൊക്കെ, മല്ലി നിറയെ മല്ലി ഉണ്ടായിട്ട് തേണ്ട ഭാരം കൊണ്ട് എന്താ താണ നിലത്തെ നീരോടുകളെന്ന് പറയുന്ന പോലെ ഭാരം ഉള്ളപ്പോഴത്തേക്ക് കണ്ട അവരെല്ലാം ഇങ്ങനെ കുനിഞ്ഞ് കിടക്കുവാണ്. എൻ്റെ വെയിറ്റ് കൊണ്ട് ചെടിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. എന്താ മല്ലിയെല്ലാം പെടന്ന് താഴോട്ട് പോയി. പിന്നെ അതുപോലെ തന്നെ തേണ്ടേ ഇതും ഈ വർഷം കുറേ വാഴകൾ മേടിച്ച് വെച്ചിട്ടുണ്ട് പുള്ളി. എന്തായാലും പിന്നെ പുള്ളിക്ക് കുറേ വാഴയ്ക്ക ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ നിവൃത്തിയുള്ളെന്നാന്ന് തോന്നുന്നു. തുളസി കിളുത്ത് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ആമ്പൽ. അങ്ങനെ ഇത് കുളത്തിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ചെടി കാറ്റാടിമരം? എന്താ നിറയെ പൂക്കളുണ്ടായി നിൽക്കുവാണേ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിനെ. നമ്മൾ പണ്ടൊക്കെ കോളേജിൻ്റെ സ്കൂളിൻ്റെയൊക്കെ മുറ്റത്ത് കാണുമായിരുന്നല്ലോ ഇങ്ങനെ. ഇത് കണ്ട ഒരു തൊട്ടാവാടി ചെടിയാന്ന് തോന്നും. തൊട്ടാവാടി പോലെ ഇലയും തൊട്ടാവാടി പോലെ പൂവും, പിന്നെ വൈകിട്ടാകുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഉറങ്ങുകയും ചെയ്യും. പക്ഷേ എന്നാൽ എന്തായാലും മുള്ളൊന്നുമില്ല, തൊട്ടാവാടിയല്ല. ഉണ്ടോ? ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും എന്നിട്ട് ഇവിടെ നമ്മുടെ ഈ കുളത്തിൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം എന്താ വലിയ മരമായിട്ട് നിറയെ പൂക്കളായിട്ട്. അപ്പോൾ ഈ കുളത്തിനൊരു ഭംഗി കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ നിൽക്കുന്നതാണ് കണ്ടോ, നിറയെ പൂക്കളൊക്കെ ആയിട്ട്. ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഇരുട്ടായി, അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര നല്ല ഭംഗിയിൽ ഇത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇച്ചിരി ഇരുട്ടായി തുടങ്ങി ഇവിടെ. ഡെയിലി എൻ്റെ കൂടെ വന്നതാണ്. അവനങ്ങ് ടയേർഡായിട്ട് ഇവിടെ അങ്ങ് കിടക്കുക. നീ എന്തെങ്കിലും ചെയ്യുമെന്നും പറഞ്ഞ്. മാവ് ഇവിടെ നിൽക്കുന്നു. ഇതിലൊരു മാങ്ങ ഉണ്ടായി എന്ന് കാണാൻ പറ്റുമോ? പൂവൊക്കെ ഉണ്ടായതായിരുന്നു, പക്ഷെ പൂ വേണ്ട കരിഞ്ഞു പോയി. ഒരു പേരയ്ക്ക ഉണ്ടായി വന്നിട്ടുണ്ട്. ഇങ്ങനെ പേരയുടെ തൈയും കമ്പും ഒക്കെ കിളിപ്പിച്ച് വരുന്നു കണ്ടോ. ചാമ്പയോ മുളകോ അതേണ്ട ഇവിടുത്തെ ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്ലൂബെറി ഉണ്ടായി വരുന്നത് കണ്ടോ? എന്താ ബ്ലൂബെറിയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ബ്ലൂബെറി ഉണ്ടായി വരുമ്പോൾ ഇരിക്കുന്നത് കണ്ടോ. ഇത് തിന്നിട്ട് പിന്നെ വലുതാകും. ഇത് ബ്ലൂബെറിയാണ് കണ്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഡോണിൻ്റെ നേഴ്സറിയിലെ എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ പുറകിൽ ബ്ലാക്ക്ബെറി, ഇവിടെയും ഈ നമ്മുടെ എന്താ ഉണ്ടമുളകോ കരണം പൊട്ടിമുളകോ അതാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ മുളക് ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള മുളകുകളുണ്ട് കണ്ടോ. നമ്മുടെ കരണം പൊട്ടിമുളക് ഭയങ്കര എരിവാണ് ഇതിന്. കരണം പൊട്ടും ഇത് കഴിച്ചാൽ. ഉണ്ടോ? ഇത് കരണം പൊട്ടിമുളക്. പിന്നെ സർപ്പോട്ട, പിന്നെയും നാരകോ ചെറിയോ. ഈ നാരകമൊക്കെ പഴയതാണ്, എന്തായാലും പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റോസ്മേരി. പിന്നെ ഇത് പഴയതാണ് കേട്ടോ. ഇതെനിക്കറിയാം, ഇത് പഴയതാണ്. ചാമ്പയാണ്. ചാമ്പ. ഇതിലൊക്കെ കായ ഉണ്ടായി കാണാമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുന്നു. ഇത് നമ്മുടെ പഴയ ചെറിയ. ഇത് ഒരു വർഷം കുറേ കായൊക്കെ ഉണ്ടായതായി ചെറിയയിൽ. പിന്നെ ഇതും മുല്ല. ഇവിടെയുണ്ട് കേട്ടോ. ഇതെന്താ അറിയത്തില്ല. നമ്മൾ പെസമൻ കുറേയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കായ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാനം നമുക്ക് വല്ലതും കിട്ടുമോ എന്നറിയത്തില്ല. കണ്ടോ, ഇതൊരു ഒത്തിരി പഴയതല്ല, കുറച്ച് പുതിയൊരു പെസമൻ. അതുകൊണ്ട് അതിൽ കുറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുകളിൽ എന്താ ഇലക്കൊക്കെ ഒരു വാട്ടം പോലെ. പിന്നെ ഇതൊരു നമ്മുടെ പീച്ച സോറി ഇതുണ്ടോ മുകളിലുണ്ട്. അതെ, പീച്ച് കണ്ടോ, മുകളിൽ ഉണ്ടായി നിൽപ്പുണ്ട്. അധികമൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ 1-2 ഒക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ മോർണിംഗ് ഗ്ലോറി ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോകുന്നു. പിന്നെ ഇതൊക്കെ ചെടികളാണ്. ഇവിടെ വലിയ കാറ്റ് വരുമ്പോഴുണ്ടല്ലോ എല്ലാം കൂടെ ഇങ്ങനെ പെടന്ന് വീഴും. ഇപ്പം ടെക്സസിൽ ഭയങ്കര കാറ്റാണ്. നമ്മുടെ ഗാർഡനൊക്കെ എന്തോരം വൃത്തി കിട്ടാലും എല്ലാം അലങ്കോലമായിട്ട് പോകും.
വേണ്ട, നിങ്ങൾ സ്ട്രോബെറി കണ്ടിട്ടില്ലെങ്കിൽ എന്താണ്ട് എന്തോ വന്ന് തിന്നാൻ തോന്നുന്നു. സ്ട്രോബെറി ഉണ്ടായതാണ്, കണ്ടോ? സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നുണ്ടോ? ഇതാണ് സ്ട്രോബെറി. കണ്ടോ? ഇവിടെയൊക്കെ സ്ട്രോബെറിയുടെ ചെടിയുണ്ട്. ഇനി കായ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം സ്ട്രോബെറി ഉണ്ടാകുന്ന സീസണാണേ. ഇതിങ്ങനെ, പക്ഷേ സ്ട്രോബെറി നമ്മൾ മുകളിൽ വെക്കണം, അല്ലെ ഇതിലെല്ലാം മണ്ണ് പറ്റും താഴെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് നമ്മുടെ ചെടികൾ തൂക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ തേണ്ടേ, എന്തായാലും സർപ്പോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ട്. ഇത്രയും വലുതാണ്. ഇതൊക്കെ ഞാൻ കണ്ടില്ല. നമ്മുടെ ഗ്രീൻ ഹൗസിലിരുന്ന എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പം എന്താ പറഞ്ഞത്, ഇവിടെ ഉണ്ടല്ലോ നമ്മളെല്ലാം കുഴിച്ചു വെച്ച്, അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു തണുപ്പ് പോലെ എന്തോ ഒരു കാലാവസ്ഥ വന്നത്, എല്ലാത്തിനും ഒരു മുരടിപ്പാണ്. പക്ഷേ കുറച്ചൊക്കെ കിളുത്തും വരുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് കുറേയൊക്കെ കുഴിച്ച് വെച്ചാലേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാം നമുക്ക് കിട്ടണമെന്ന് നിർബന്ധം. എന്താണ്, ഇതൊരു ചൈനീസ് ചീരയ, സ്പിനച്ച് പോലെ നല്ലതാണ്. അത് നല്ലതാണ്, നമുക്ക് പരിപ്പിട്ട് കറി വെക്കാം, പിന്നെ നമുക്ക് മുട്ടയിട്ട് കഴിക്കാം, നല്ലതാണ് അതൊക്കെ. നമ്മുടെ പയറൊക്കെ തേണ്ട കിളുത്ത് വരുന്നു. മറ്റൊരാത്ത, എനിക്കറിയത്തില്ല നെല്ലിയാണോ വാളംപുളിയാണോ എന്ന്, കൊണ്ടായി വരുമ്പോഴറിയാം. അയ്യോ തേണ്ട, ഇത് നമ്മുടെ കറുവപ്പട്ടയാന്ന് തോന്നുന്നു കേട്ടോ. കറുവപ്പട്ടയാണോ അതോ നമ്മുടെ ഇതില്ലേ, എന്തുവാ ഇതുണ്ടാക്കുന്നുണ്ടല്ലോ, കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. ഞാനത് നോക്കട്ടെ ഇത് എന്തുവാന്നേ. ഇത് കറുവപ്പട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ദൈവമേ, ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് കൊണ്ട് മേടിച്ച് വെക്കുവേ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് അറ്റ്ലീസ്റ്റ് എനിക്കറിയാം ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് തന്നെ. ഞാൻ നോക്കട്ടെ. പക്ഷേ എൻ്റെ ഇല വലുതായതുകൊണ്ട് ഇതുകൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കിയാൽ അങ്ങനെ ഇരിക്കുമോ? ഒന്ന് നോക്കണമല്ലോ. ഞാനൊരു പ്രാവശ്യം ചക്കപ്പഴം മേടിച്ചിട്ട്, നമ്മുടെ ചക്കപ്പഴം ഉണ്ടല്ലോ, അത് വരിക്കച്ചക്കയായിരുന്നു. അത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വാഴയിലക്കകത്തുണ്ടാക്കി. അപ്പം നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഇല കൊണ്ട് എന്തോ ചെയ്യാനാ? ഇത് ഇറച്ചിയൊക്കെ മേടിക്കുമ്പം ഇടാൻ വേണ്ടി ഇത് വേണമെങ്കിൽ നോക്കാം. ഇതിൻ്റെ ഇല കൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കിയാൽ കുഴപ്പമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് വേണ്ട ഒരു കപ്പ കിളുത്ത് വരുന്നു. ചീരത്തോട്ടമാണേ. ഇത് മൊത്തം ചീരയാണ്. കുറേയൊക്കെ ചീര നമ്മൾ പറിച്ച്, പിന്നെ വേണ്ട ബാക്കി ചീരയൊക്കെ വേണ്ട കിളുത്ത് വരുന്നു. അയ്യോ, അവിടെ ഉണ്ട് കുമ്പളങ്ങയൊക്കെ കിളുത്ത് വരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാനിപ്പോൾ ഈ പറമ്പിൻ്റെ ഒരു മൂല എടുത്തതേ ഉള്ളൂ. ഇത് ഞാൻ മടുക്കുക. പക്ഷേ അപ്പോൾ ഇതിലൂടെ പണി ചെയ്യുന്നവരുടെ ആളുടെ കഷ്ടപ്പാടെന്നോർത്ത് അതുകൊണ്ട് ഇത് പിന്നെ ഒരു ചാമ്പ, എനിക്കൊന്ന് കഴിഞ്ഞ വർഷം മേടിച്ച ചാമ്പ തേണ്ട പാവം കരിഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷേ ഇതും പഴയതാണ് കേട്ടോ. ഈ വർഷം ഒരു വർഷം കുറേ പനിനീർ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മുരിങ്ങയൊക്കെ തണ്ട കിളുത്ത്, മുരിങ്ങ എന്തായാലും പൂവൊക്കെ ഉണ്ടായി, ഇലയൊക്കെ ഉണ്ടായി, മുരിങ്ങ റെഡിയായി വരുന്നുണ്ട്. ഉണ്ടോ? ഇത് വേണ്ട അമ്പഴത്തേലും നല്ല അമ്പഴമാണ്. എപ്പോഴും എന്തായാലും നമുക്ക് അമ്പഴങ്ങ കിട്ടും. തണുപ്പത്തും കുറച്ച് അമ്പഴങ്ങയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇപ്പം തന്നെ വെളിയിലെടുത്ത് വെച്ചത് അമ്പഴങ്ങ ഉണ്ടായി. തേണ്ട ഇതൊക്കെ തേണ്ട തുളസി തൈകളൊക്കെ കണ്ടേ, എല്ലാമൊക്കെ കിളിപ്പിച്ചൊക്കെ വെക്കുന്നത്. അരിയിട്ടതാണോ കായിട്ടതാണോ മേടിച്ചു വെച്ചതാണോ ഒരറിവുമില്ല. പക്ഷേ ഇവിടെ തുളസി തന്നെ കിളുത്ത് വരാറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ചെടികളൊക്കെ തണ്ട്. ഇതും അടുത്തൊരു മുരിങ്ങ, അതിലെല്ലാം പൂവിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ടൊമാറ്റോയാണ്. ഈ പ്രാവശ്യത്തെ ആദ്യത്തെ വിളവെന്ന് പറയുന്നത് രണ്ട് ടൊമാറ്റോ. അയ്യോ, ഇവിടെ ടൊമാറ്റോ എല്ലാം, ദൈവമേ, ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇതിനകത്തെല്ലാം പഴുത്ത് കിടക്കുവാണോ? ഇതിനകത്തൊക്കെ ടൊമാറ്റോ ഉണ്ട്. ഇനി ഇത് വന്ന് പറിക്കണം എനിക്ക്. ഇവിടെയൊക്കെ ടൊമാറ്റോ ഉണ്ടായെന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ. എന്തായാലും ഇറങ്ങിയത് നന്നായി. ഇതിനകത്തെല്ലാം കുറേ ടൊമാറ്റോ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഏതോ ഒരു ജീവിയുണ്ട്, അതെല്ലാം അല്ലെങ്കിൽ വന്ന് തിന്നിട്ട് പോകും. പിന്നെ ഇതും എന്തായാലും നിങ്ങളുടെ പേരിൽ ഞാനിത് വെളിയിൽ ഇറങ്ങിയത് കൊണ്ട് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റി എനിക്കും. കണ്ട് ഇത് ഒരു അമ്പഴമാണ്. കാരണം വാഴ കൊലച്ചെന്ന് കേട്ടപ്പം എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണിക്കണം. കാരണം ആക്ച്വലി അസാധ്യമായ ഒരു കാര്യമാണ് ഇത്. വേണ്ട നമ്മുടെ റോസത്തോട്ടം, ഇതിനകത്തൊക്കെ ചെടികളാണ്, എല്ലാകത്തെല്ലാം റോസ ചെടികളാണ് അകത്തെല്ലാം. അങ്ങനെ ഒരു വട്ടം പൂ ഉണ്ടായിട്ട് വന്നിട്ട് പിന്നെ രണ്ടാമത്തെ വട്ടമാണ് ആ പൂക്കളെല്ലാം ഉണ്ടായി വരുന്നത്. പിന്നെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്, മണ്ണിൽ വെച്ച മുരിങ്ങ. അങ്ങനെ കുറേ വർഷങ്ങളായതാണ്. ഇവിടെ തണുപ്പത്ത് പോയിട്ട് തണ്ടത് പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. മണ്ണിൽ വെച്ച മുരിങ്ങ ഇത്.
നിങ്ങൾ കിളുത്ത് വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് നന്ദിയാവട്ടവും ഇവിടെ മുല്ലയൊക്കെ മണ്ണി വെച്ചതാണ്. തണുപ്പ് കഴിയുമ്പോൾ പിന്നെ അത് കിളുത്ത് വരും. ഇതൊരു ജമന്തി തോട്ടമാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ കുറേ ജമന്തി ചെടികളാണ്. ഇതെല്ലാം കുടമുല്ല പോലത്തെ ജമന്തികളിങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുക. എൻ്റെ പൂക്കളും മുട്ടുകളും എല്ലാം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. കാരണം തണുപ്പ് കഴിഞ്ഞ് പൂക്കളുണ്ടായി വരുന്നതേ ഉള്ളൂ. എവിടെയും കണ്ടോ. പിന്നെ മുരിങ്ങയാണ്. പിന്നെ തേണ്ട അമ്പഴത്തിന് ഞങ്ങളോട് എന്തോ ഒരു സഹതാപമുണ്ട്. ഇത്രയൊക്കെ മേടിച്ച് വെക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഇനി അമ്പഴങ്ങ കൊണ്ട് എന്തോ ചെയ്യാനും. ഞാൻ ഒരു പ്രാവശ്യം ചമ്മന്തി അരച്ചു, പിന്നെ അച്ചാറിട്ട്. അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ അമ്പഴങ്ങ കൊണ്ട്? പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഉപ്പൊക്കെ കൂട്ടി തിന്നുമായിരുന്നു. എനിക്ക് അമ്പഴങ്ങ അത്ര ഉപ്പ് കൂട്ടി തിന്നാൻ ഇഷ്ടമില്ല. മറ്റൊരു ചീരത്തോട്ടം കണ്ടോ. ഇങ്ങനെ ചീരയെല്ലാം ഉണ്ടായി ഇവിടെ വരുന്നു അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ചീര കിട്ടാൻ വേണ്ടി നമ്മൾ കൊതിക്കത്തില്ല അല്ലേ. ഉണ്ട്. ഇതെല്ലാം തന്നെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഏണ്ടൊക്കെ എല്ലാം കിളിപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നു. ഓരോന്നിൻ്റെയും പ്രോസസ്സിങ്ങാണ്. ഇത് മറ്റൊരു ഉണ്ട് ആഫ്രിക്കൻ പായലും. തണുപ്പത്ത് പോയിട്ട് എന്തായാലും ആഫ്രിക്കൻ പായൽ കിളുത്ത് വരുന്നുണ്ട്. പിന്നെ ഓരോതരം പായലുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്കവർക്ക് ഒരു മീൻ കുളവും കൂടെ നമുക്ക് പ്രയോജനമുള്ള മീനുകളെ, എനിക്ക് ഈ മീനുകളെയൊക്കെ പിടിച്ച് വറുത്ത് തിന്നാനാണ് തോന്നുന്നത്. വീട്ടിൽ കുറച്ച് മീനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പച്ചക്കറിയൊക്കെയായി. ഇനി കുറച്ച് പച്ചക്കറിയുണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. എന്നാൽ പിന്നെ കുറച്ച് മീനും കൂടെ, പിന്നെ കുറച്ച് കോഴീനെ വളർത്തായിരുന്നു. കോഴീനെ കൊല്ലാനായിട്ടല്ല കേട്ടോ, അതെനിക്കിഷ്ടമില്ല. മുട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി. ഇതൊക്കെ ചെടികൾ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മറ്റൊരു മുല്ലത്തോട്ടം. പലതരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ആ ചേട്ടൻ്റെ അവിടുത്തെ എല്ലാ മുല്ലകളും ഏകദേശം ഇവിടെ ഉണ്ട്. കാട്ടുമുല്ലയോ ചെണ്ടുമുല്ലയോ സാധാരണ മുല്ലയോ എല്ലാം ഉണ്ട്. ഇത് ഏകദേശം ഏതാണ്ടൊരു ചെമ്പരത്തിയത്. നമ്മുടെ കുറേ ചെടികൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഈ വർഷം കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. കോഴിവാലിനൊക്കെ ഒരു പ്രാവശ്യം വെച്ചാൽ പിന്നെ തന്നെ കിളുത്ത് വരുന്ന ഇതൊക്കെ. ഒരു തുളസിയൊക്കെ കിളുത്ത് വരുന്നുണ്ട്. മല്ലി തേണ്ട പെടന്ന് പോയി, നിറയെ മല്ലിയായിട്ട് പെടന്ന്. മറ്റൊരു അത്തിയാണ്. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? കുക്കുംബർ. കുക്കുംബർ കണ്ടോ. അത് കുക്കുംബറിലും കായ ഉണ്ടായിട്ടുണ്ട്. ഇതും എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ആദ്യം ഉണ്ടായ തക്കാളിയേക്കാളും മുമ്പ് ഉണ്ടായത് ഇതാണെന്ന് തോന്നുന്നു. എന്തായാലും കുക്കുംബറയിൽ ഒരു കായ ഉണ്ടായി നിൽപ്പുണ്ട്. ഉണ്ടോ? കുക്കുംബറയിൽ കായ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? കണ്ട നിൽക്കുന്നത്. ഇനി അവിടെയൊക്കെ കാകളുണ്ടായി, വേറെയും കാകളൊക്കെ ഉണ്ടായി വരുന്നു. ഇവിടെയൊക്കെ ചെറുത് ഉണ്ടായി വരുന്നുണ്ട്. കുക്കുംബറയിലും കായ ഉണ്ടായി. പിന്നെ ഇവിടെയെല്ലാം ഇങ്ങനെ മുളകും കപ്പ കുഴിച്ച് വെച്ച് തേണ്ട എല്ലാം ഒന്നും കിളുക്കത്തില്ല. കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ഉണങ്ങിപ്പോയെന്ന് തോന്നുന്നു. ചില കമ്പുകൾ കിളുക്കും, ചിലത് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് മല്ലി ഇവിടെ പല പ്രായത്തിലെയാണ്. അതൊരു നല്ല കാര്യമാണ്. കാരണം അവിടെ കുറേ മല്ലിയിലയുണ്ടായി, ഇവിടെ കുറേ മല്ലി നിൽപ്പുണ്ട്. അപ്പം നമുക്ക് കറിക്കൊക്കെ എടുക്കാൻ വേണ്ടി ഇലയ്ക്ക് വേണ്ടി ഇതൊക്കെ നിർത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചൊരു പപ്പായ, അതെന്തോ അത്രയങ്ങ് സ്ട്രോങ് വളം കൂടിപ്പോയതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതെന്താണെന്നറിയാമോ? ഇതാണ് സൂര്യകാന്തി ചെടി. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ നോക്ക്. ഇനി ഇതേൽ പൂവുണ്ടാവും, അങ്ങ് വലുതായിട്ട് വലിയ പൂവുണ്ടാവും. എന്നിട്ട് ആ പൂ കുറേ നാൾ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിറയെ സീഡായി കഴിയുമ്പം ആ പൂ പൊഴിഞ്ഞു വീഴും. എന്നിട്ട് പിന്നെ ഓരോ വർഷം അവിടെ തന്നെ വീണ് പിന്നെയും ചെടി ഉണ്ടാകും. ഉണ്ട് ഇവിടെ കപ്പയും ഉണ്ട്, മല്ലിയും ഒരു പാവലുണ്ട് കയറിപ്പോകുന്നുണ്ട്. ഇതൊരു പാവലും തോട്ടം ഉണ്ട്. പാവലെല്ലാം കിളുത്ത് വരുന്നു. പൂവുണ്ടായിട്ടുണ്ട്, കായൊന്നും ഉണ്ടായില്ല, ചെറിയ പൂവുണ്ട്. കണ്ടോ, ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ ഒരു അൺപ്രഡിക്റ്റബിളാണ്. ഇതൊക്കെ ഇതൊന്നും പറിച്ചില്ല. വെളുത്തുള്ളിയൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുവാണ്. നമ്മൾ ഈ വെളുത്തുള്ളിയുടെ ഇല വെച്ച് നമുക്ക് പക്കാവട ഉണ്ടാകും. ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? നിങ്ങൾ ചക്കക്കുരു എടുത്തിട്ട് ചക്കക്കുരുവിനെ സ്മാഷ് ചെയ്തിട്ട്
നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ ഇലയും ഉള്ളിയുടെ ഇലയും ഇച്ചിരി സവോളയും പിന്നെ ഇച്ചിരി നമ്മുടെ ബേസൻ പൗഡറും കൂടെ ഇട്ട് പക്കാവട പോലെ ഉണ്ടാക്കി. നല്ലതായിരുന്നു കേട്ടോ. ഞാനൊരു ദിവസം ഉണ്ടാക്കുന്ന പിന്നെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇതാണ് നിത്യവഴുതന. പിന്നെ തേണ്ട ഇങ്ങോട്ടെല്ലാം കുമ്പളങ്ങായോ പടവലങ്ങായോ ഏതാണ്ടൊക്കെ കിളുത്ത് മുകളിലോട്ട് കയറി പോകുന്നു. ഇത് വെള്ളരിയാണ് കേട്ടോ. വെള്ളരിയിലും തേണ്ട പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കോവലും മുകളിലോട്ട് പോകുന്നുണ്ട്. അതിലും ഒരു പൂവുണ്ടായിട്ടുണ്ട്. അങ്ങനെ മുകളിലോട്ട് പോകുന്നു. ഇപ്പം നമ്മുടെ കൃഷിയൊക്കെ ഇവിടം വരെ എത്തിയതേ ഉള്ളൂ. അങ്ങനെ വിളവൊന്നും ആയില്ല. അങ്ങോട്ട് പയ്യെ കയറിയൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇവിടെയൊക്കെ വെള്ളരിയിലെല്ലാം പൂവുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായില്ല എന്ന് വിചാരിച്ച് മറ്റ് സ്ഥലത്തെങ്ങും ഉണ്ടായില്ലെന്ന് നമുക്ക് പറയാം. ഇത് പൊമോഗ്രാനൈറ്റാണ്, മാതളനാരകം. മറ്റൊരു ഫിഗാണ്, നിറയെ തണ്ട ഫിഗ് ഉണ്ടായി വരുന്നു. ആ കൂടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ചേന പൊട്ടിക്കിളുത്ത് വന്ന്. പിന്നെ വേണ്ട നമ്മുടെ ചേട്ടൻ്റെ അവിടെ നിന്ന് പിന്നെയും വാഴ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം എത്ര വാഴ കൊലയ്ക്കുമെന്ന്. ഇവിടെയൊക്കെ പിന്നെയും മുളകൊക്കെ പിന്നെ തേണ്ട നമ്മുടെ മല്ലിയൊക്കെ തേണ്ട പാവം മല്ലികളെല്ലാം പെടന്ന് കിടക്കുവാണ്. കാരണം മല്ലി ഉണ്ടായിട്ട് വെയിറ്റ് കൊണ്ട് ഈ ചെടിയുടെ തണ്ട് കണ്ടോ, ഭയങ്കര ഒത്തിരി കട്ടിയുള്ള തണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റത്തില്ല. അതെല്ലാം താണ സ്ഥലത്തെ നീരോടുള്ളെന്ന് പറഞ്ഞ പോലെ എല്ലാം പെടന്ന് കിടപ്പുണ്ട്. ഉണ്ട് ഇവിടെ തേണ്ട ഒരു ടൊമാറ്റോ. പിന്നെ ഇതുകൊണ്ട് ഇതാണ് പെസ്മൻ കാക്ക. ഇത് നിറയെ എന്തായാലും കായ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും നിറയെ കായ ഉണ്ടാകും. പക്ഷെ നമുക്കൊരു വർഷം പോലും ഒരെണ്ണം പോലും നന്നായിട്ട് പഴുപ്പിച്ച് തിന്നാൻ പറ്റത്തില്ല. ഏതോ ഒരു ജീവി വന്ന് ഇതെല്ലാം തിന്നുകൊണ്ട് പോയി. ഈ വർഷമെങ്കിലും വലയൊക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ്. ഇതുവരെ പുള്ളി വലയൊന്നും ഇട്ടില്ല. വല ഇടുമോയെന്ന് നമുക്ക് നോക്കാം. ഇതെൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടായിരുന്നു. ഇതിങ്ങനെ ചെനച്ച് വരുമ്പോഴേ പുള്ളിക്കാരി അത് പറിച്ചിങ്ങനെ, പുള്ളിക്കാരി അങ്ങനെ കുറേ കഴിച്ചിട്ടുണ്ട്. കാരണം ചെനച്ച് വരുമ്പോഴേ പുള്ളി പറിച്ച് തിന്നുമായിരുന്നു. പഴുക്കാൻ നോക്കിയാൽ ഒന്നും കിട്ടത്തില്ലായിരുന്നു. എന്തോ സ്പിനച്ച്, അതുകൊണ്ട് പപ്പായൊക്കെ തന്നെ കിളുത്തതാണ്. പിന്നെ കുപ്പച്ചീരയോ, പലതരം ചീരയുണ്ട്. ചുമന്ന ചീര, പച്ചച്ചീര, കുപ്പച്ചീര, അങ്ങനെ. ഇതുമല്ല എന്തുവാ നമ്മുടെ ഒരു കൊങ്ങിണിപ്പൂവോ, അത് ഈ കളറിലെ അല്ല, കൊങ്ങിണിയല്ലല്ലോ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇതിൻ്റെ പേര്. നിങ്ങൾ ഓർക്കുവാണെങ്കിൽ പറ കേട്ടോ. അയ്യോ, ഇത് നമ്മൾ മാലയൊക്കെ മാല കോർത്തിടത്തില്ലായിരുന്നോ? ഇതിൻ്റെ എനിക്കിഷ്ടമായിരുന്നു അതിൻ്റെ മാല കോർത്ത്. അതും പിന്നെ മുല്ലമുട്ടും അതും കൂടെ വെച്ച് മാല കോർക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ മെമ്മറി ബാഡായി, ഓർമ്മ കിട്ടുന്നില്ല അതിൻ്റെ പേര്. അതുകൊണ്ട് ഇവിടെയും കുറേ ജമന്തികളൊക്കെ നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ പിന്നെയും അതുകൊണ്ട് പച്ചമുളകിൻ്റെ മറ്റൊരു തോട്ടം. ഇവിടെ അതും പച്ചമുളകിൻ്റെ മറ്റൊരു തോട്ടമാണ്. ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഇവിടെ നിന്നൊക്കെയുള്ളൂ മുളക് പറിക്കാറുള്ളൂ. അങ്ങോട്ട് ദൂരത്തെ ഒന്നും ഞാൻ കാണാറില്ല. ഈ വീഡിയോ എടുത്തപ്പോഴാണ് അതൊക്കെ ഞാൻ കണ്ടത് തന്നെ. പെട്ടെന്ന് ഇറങ്ങുക, കിട്ടുന്നിടത്തു നിന്ന് വേഗം പറിച്ചുകൊണ്ട് പോകുക. അതുകൊണ്ട് ഇഞ്ചി കിളുത്ത് വരുന്നു. പിന്നെ മറ്റൊരു റോസ്മേരി. പിന്നെ ഇവിടെയും കണ്ടോ നമ്മുടെ മല്ലി പാവം പടന്ന് കിടക്കുന്നു. ഈ പച്ചമല്ലി കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഈ പച്ചമല്ലി കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ ഇതും മറ്റൊരു പൊമോഗ്രാനൈറ്റാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ നാരകവും രണ്ട് മല്ലിയും എല്ലാം ഇങ്ങനെ നിൽക്കുന്ന. പിന്നെ നമ്മുടെ വേണ്ട ആ റോസച്ചെടി ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ക്ലൈമ്പിംഗ് റോസ്, പെഗി മാർട്ടിൻ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ വേണ്ട ഇവിടെ നിൽക്കുന്ന മുല്ല, വേണ്ട കരുവേപ്പ്. ഇതിൻ്റെ ചോട്ടിലൊക്കെ ബീട്രൂട്ടൊക്കെ കിളുത്ത് വരുന്നു. ഇവിടെയൊക്കെ നമ്മുടെ കരുവേപ്പൊക്കെ കിളുത്ത് വരുന്നു. പിന്നെ നമ്മുടെ ഗ്രീൻ ഹൗസിലുണ്ടായിരുന്ന ചെടികളൊക്കെ എടുത്ത് വെച്ചിരിക്കുക. എല്ലാമൊക്കെ വാടിയൊക്കെ നിൽക്കുക. ചിലതൊക്കെ പൊട്ടിക്കിളുത്തൊക്കെ വരുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെ കിളുത്ത് വരും, എന്തൊക്കെ. ഇതല്ല, നമ്മൾ പല സ്ഥലത്തും ചെടികളൊക്കെ വെക്കും. കുറേയൊക്കെ കിട്ടും, കുറേയൊക്കെ പോകും. ഇത് നമ്മൾ ഫൈനാൻസിന് വേണ്ടി മാത്രം അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. നമ്മൾ മുടക്കുന്നതിൻ്റെ ഒരംശം പോലും നമുക്കൊന്നും കിട്ടാറില്ല. പക്ഷേ നമുക്കൊരു സന്തോഷം, മാനസിക ആരോഗ്യം. ഇതിപ്പോൾ മെൻ്റൽ ഹെൽത്ത് അവയർനെസ് മന്തും കൂടെയല്ലേ.
അപ്പം നമുക്ക് എന്താണ് സന്തോഷം തരുന്നത് അത് നമ്മൾ ചെയ്യുക. അപ്പം എല്ലാം നമ്മൾ പൈസയ്ക്ക് വേണ്ടി എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഈ കരിവേപ്പ് കണ്ടില്ല, ഇത് ഏതാണ്ട് അസുഖം പിടിച്ച പോലെ നിൽക്കുന്നത്, അതിന് ഇത്ര സ്ട്രോങ് ആയില്ല. നമ്മൾ കരിവേപ്പ് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ തണ്ടെല്ലാം അന്നേരം തന്നെ കട്ട് ചെയ്ത് വെക്കണം, അപ്പോഴാണ് സ്ട്രോങ് ആയിട്ട് കിളുത്ത് വരുന്നത്. ഇതൊക്കെ തെണ്ടോ ഇതെല്ലാം ചെടികളെല്ലാം തേണ്ടേ ഉണങ്ങിപ്പോയി, കിളുത്ത് വരുമെന്നിട്ടില്ല. ഇത് നമ്മുടെ അകത്തിരുന്നൊരു ചെടിയാണ്, വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തേണ്ട അവനിപ്പോൾ ആർത്ത് കിളുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു തരം ചെമ്പരത്തിയാണ്. ഈ കുറച്ചൊക്കെ ഞാൻ ഈ ഒനിയൻ പറിക്കത്തില്ല, കാരണം നമുക്ക് ഇലയെടുക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയേക്കും. ഇത് മറ്റൊരു ടൊമാറ്റോ ഉണ്ടോ, ഇവിടെയും എന്താ വളവരം പയറോ കത്തിപ്പയറോ ചീരയോ എല്ലാം കൂടെ ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. പിന്നെ ഇത് കണ്ടോ ബീട്രൂട്ട്, ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ട് ഞാൻ പല സ്ഥലത്ത് അരിയിട്ടെന്ന്, അതൊക്കെ തേണ്ട കിളുത്ത് വരുന്നുണ്ട്. ഈ വർഷം ഞാൻ ബീട്രൂട്ട് പല സ്ഥലത്താണ് വെച്ചത്, കാരണം കഴിഞ്ഞ വർഷം എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയുണ്ട് അധികം കായൊന്നും കിട്ടിയില്ല. ഇതും ബ്രിഞ്ചോളാണ്. ഇങ്ങനെ ഓരോന്നൊക്കെ ഇവിടെയും കുറേ നിത്യവഴുതന, ഇതൊക്കെ തന്നെ കിളുത്ത് വന്നതാണ്. ഈ നിത്യവഴുതന ഞാനിനി കുറേ പറിച്ച് കളയും, കാരണം നമുക്ക് എന്തോ ചെയ്യാനോ, കുറേ നിത്യവഴുതന കൊണ്ട് ഇപ്പോൾ എന്തോ ചെയ്യാനായിട്ടാ. പിന്നെ ഇത് കപ്പ, ഇതേ മറ്റൊരു കപ്പ കിളുത്ത് വരുന്നു. ഈ മുളകൊക്കെ എന്തോ മുരടിച്ച് നിൽക്കുക. നമ്മൾ കുറേ കുഴിച്ചു വെച്ചാലൊക്കെ ഏതെങ്കിലുമൊക്കെ കിളുത്ത് വരും. പിന്നെ ഇതൊരു സന്തോഷമാണ്. പിന്നെ നിങ്ങൾക്കറിയാം തകര, ഒരു തകരയുള്ളൂ ഈ വർഷം കിളുത്തോളം തോന്നുന്നു. ഇതിൻ്റെ ഇല തോരൻ വെക്കുന്നത് എനിക്കിഷ്ടമാണ്. തകരയുടെ ഇല, മുരിങ്ങയുടെ ഇല തോരൻ വെക്കുന്ന പോലെ ഒത്തിരി മൂക്കല്ല് പിഞ്ചില പറിച്ച് തോരൻ വെക്കണം. ഇതേതാണ്ട് പർപ്പിൾ കളറ് ബീൻസോ ഏതാണ്ടാന്ന് തോന്നുന്നു, അതാണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഡോൺ ചേട്ടൻ്റെ അവിടുത്തെ ഒട്ടുമിക്കവാറും പച്ചക്കറികളും ഇവിടെ ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഓരോന്ന് പുള്ളി ഇല്ലാത്തതെല്ലാം ഇവിടെ പറിച്ചുകൊണ്ട് മേടിച്ചു വെക്കും. അതുകൊണ്ട് ഇതും ഉണ്ടോ, ഈ ഉള്ളി ഇലയൊക്കെ അങ്ങ് നിർത്തിയിരിക്കുക. പിന്നെ ഇത് പടവലാന്ന് തോന്നുന്നു, അതിന് പടവല മുകളിലോട്ട് കയറി വേണ്ട കിളുത്ത് പോകുന്നു. പടവല മുകളിലോട്ട് കയറി. കടുകിൻ്റെ ഇലയെല്ലാം പറിച്ച് തോരൻ വെച്ച്, അപ്പോൾ അതെല്ലാം പോയി. പിന്നെ ഇതൊരു വാട്ടർമെലൻ തണ്ട കിളുത്ത് വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ പലയിടത്തും ബീട്രൂട്ട് വെച്ചെന്ന്, അതുകൊണ്ട് അതൊക്കെ കിളുത്ത് വരുന്നു. ഈ നിത്യവഴുതനെ കുറച്ച് പറിച്ച് മാറ്റണം, അല്ല പറ്റത്തില്ല, ചുമ്മാ അതെല്ലാം വളർന്ന് കാടായിട്ട് കിടക്കും ഇവിടെ എല്ലാം. പിന്നെ ഇത് ഒരു പടവലാന്ന് തോന്നുന്നു, മുകളിലോട്ട് പോയി. അവിടെ ഒരു കപ്പ കിളുത്തിട്ടുണ്ട്. നമ്മൾ വന്ന ഇടയ്ക്കൊന്നും ചേന കണ്ടില്ലല്ലേ, ചേനയൊന്നും കിളുത്തില്ലയോ വാ. ഇത് പൊട്ടറ്റോ, ഈ വർഷം അധികം പൊട്ടറ്റോ ഒന്നും നമ്മൾ കുഴിച്ച് വെച്ചില്ല. പിന്നെ അതിനിടയ്ക്കൊരു മുളക്, ബീട്രൂട്ട് കിളുത്ത് വരുന്നുണ്ടോ. ബീട്രൂട്ടിനെ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് മാറ്റി വെക്കണം. ഇവിടെ ഒരു മഞ്ഞൾ കിളുത്ത് വരുന്നു. ഇത് ഇങ്ങനെ നമ്മൾ പറിക്കാതിരുന്ന മഞ്ഞൾ തന്നെ കിളുത്ത് വന്നതാണ്. എനിക്കറിയത്തില്ല, ഞങ്ങൾ മഞ്ഞൾ വെച്ചിട്ടും മഞ്ഞളിന് കളറില്ല. അത് മൂക്കാൻ സമയം കിട്ടാഞ്ഞിട്ടാണോ ത്തില്ല. ആ മഞ്ഞൾ പ്രയോജനപ്പെടുത്തുക. ഇതെന്താണെന്നറിയാമോ, നമ്മുടെ ഉലുവ. പല പ്രാവശ്യം ഇതിൻ്റെ ഇലയെടുത്ത് നമ്മൾ തോരൻ വെച്ചു എല്ലാം ചെയ്ത്. അപ്പം ഞാനത് പറിച്ച് മാറ്റിയില്ല, കാരണം എനിക്ക് ഉലുവ വേണം. പച്ച ഉലുവ എങ്ങനെ ഇരിക്കുന്നുണ്ട്, ഉലുവ കണ്ട കിളുത്ത് വരുന്നത് കണ്ടോ. നമുക്ക് നോക്കട്ടെ, എന്നിട്ട് ഞാനിതിനെ തന്നെ അവിടെ കിടന്ന് പുതിയ ഉലുവ കിളുക്കുവാണെങ്കിൽ കിളുക്കട്ടെ എന്ന് വിചാരിച്ച് ഉലുവേനെ ഇപ്രാവശ്യം അങ്ങോട്ട് ആ സ്ഥലം വൃത്തിയാക്കിയില്ല. ഇപ്പോഴും ഇങ്ങനെ ഉലുവ ഇങ്ങനെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ട് ഇതിൻ്റെ ഇല കിള്ളി എടുത്തുകൊണ്ട് പോകും തോരൻ വെക്കാൻ വേണ്ടി. പിന്നെ അവിടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേയൊക്കെ പറിച്ച് മാറ്റിയായിരുന്നു. അവിടെ തേണ്ട ചുമന്ന ചീരയും കണ്ട് ഇവിടെയും എന്താണ്ട് പാവലോ പടവലോ എന്തോ കിളുത്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ മല്ലി നമ്മൾ പല പ്രായത്തിലെയാണ്. ഇതിപ്പോൾ കണ്ടോ, നമുക്ക് ഇലയെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇവിടെ ഒരു കരിവേപ്പ് നിൽക്കുന്നു. പിന്നെ നമ്മുടെ ശംഖുപുഷ്പം ഉണങ്ങിപ്പോയത് എന്തായാലും കിളുത്ത് വരുന്നുണ്ട്. അങ്ങനെ കുറേ ശംഖുപുഷ്പങ്ങളൊക്കെ കിളുത്ത് വരുന്നു. ഇതും നമ്മുടെ അടുത്ത പെഗ്ഗി മാർട്ടിൻ്റെ റോസ് തേണ്ട നിറയെ പൂക്കളായിരുന്നു. ഇപ്പോൾ പൂക്കളിൻ്റെ സമയം കഴിഞ്ഞ് ഇനി അടുത്ത പൂ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങ് മുകളിലോട്ട് പോയി. ഇത് മറ്റു വലിയൊരു ഫിഗ്, അത്തിപ്പഴം ഉണ്ട്, വലിയ മരം. ഇതിൽ കായൊക്കെ ഉണ്ടായാൽ പറിക്കാൻ പോലും പറ്റത്തില്ല, അങ്ങ് മുകളിലാണ്. ഏണി വെച്ച് കയറി നമുക്ക് പറിക്കണം. അപ്പോൾ എന്തായാലും അതേലും കായ ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. പക്ഷേ ഉണ്ടോ, ഇതിൻ്റെ കായെല്ലാം ഉണ്ടായി വരുന്നു. അപ്പം നിങ്ങളെല്ലാവർക്കും നല്ല ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഫാമിങ് ചെയ്യാൻ, നല്ലതായിട്ട് സന്തോഷത്തോടെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ഇടയാവട്ടെ. നിങ്ങളും ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുക.
അധികം മുതൽ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു വെണ്ടയോ മുളകോ ബ്രിഞ്ചോളോ ഇതൊക്കെ നമുക്ക് തക്കാളി ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ കുഴിച്ചു വെക്കാമല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് അതൊരു വളരെ ഒരു സന്തോഷമുള്ളൊരു അനുഭവമല്ലേ. അപ്പം നിങ്ങളും ഇങ്ങനെ ചെറിയ രീതിയിൽ കൃഷികളൊക്കെ തുടങ്ങി ഹാപ്പി ആയിട്ടിരിക്കുക. എന്താണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നത്? നമുക്ക് മറ്റാരും സന്തോഷം കൊണ്ട് തരത്തില്ല. നമ്മുടെ വേണ്ട സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് ഒരു സന്തോഷമായിട്ടിരിക്കാനായിട്ടുള്ള അവസരം വരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു, ഞാൻ ഓടിപ്പോട്ടെ. പിന്നെ ബാക്കിയുള്ള വിശദമായിട്ടുള്ളത് വീഡിയോ ഒക്കെ പിന്നീട് ഞാൻ ഇടാം. കൃഷിയെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.